ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം 494 വിസയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ പലരും പൊതുവെ ഡൗട്ടാണ്, എന്താണ് 494 വിസ, അതിനുള്ള റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, നമുക്ക് അവിടെ അത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സിറ്റിയിലോട്ടോ പോയി വർക്ക് ചെയ്യാൻ പറ്റുമോ, അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ പറയുന്നത്. ഏജ് ലിമിറ്റ് ഉണ്ടോ എന്നൊക്കെയുള്ള ഡൗട്ടുകളുണ്ട്, അതിനെ കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എന്താണ് 494 വിസ? അത് പറയാം. ഇപ്പോൾ നമ്മുടെ നഴ്സസിനൊക്കെ ഇപ്പോൾ 186 വിസ, PR വിസ ഇപ്പോൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്, ഒത്തിരി വേക്കൻസികൾ 186ൻ്റെ കുറഞ്ഞു. ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളതാണ് 482ഉം 494ഉം. ഇപ്പോൾ 482ൽ വന്നാൽ നമ്മളൊരു ടെമ്പററി വിസയായിട്ടാണ് വരുന്നത്. 494ൽ വരുമ്പോഴും നമുക്ക് എന്താ പറയുന്നത്, അത് ഒരു പ്രൊവിഷണൽ റീജിയണൽ വിസയാണ്. നമുക്ക് ഈ വിസയിൽ വന്നിട്ട് നമുക്ക് ലേറ്റർ 199 PR എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉള്ള വിസയാണ് ഈ 494 വിസ. അപ്പം ഈ 482ഉം 494ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ 482 2 ഇയറിന് ശേഷം അല്ലെങ്കിൽ 6 months തൊട്ട് 2 years വരെ നമ്മളെ എംപ്ലോയർ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് 186 വിസ എടുക്കാൻ പറ്റും. പക്ഷേ 494ൽ വരുവാണെങ്കിൽ ആഫ്റ്റർ 3 years നമുക്ക് PR-ലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. റൂറൽ ഏരിയയിൽ നിന്നിട്ട് പിന്നെ സ്പോൺസർ നമുക്ക് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് PR അപ്ലൈ ചെയ്യാം. ഇല്ല, സ്പോൺസറിന്റെ ആവശ്യം നമുക്ക് 494ൽ ഇല്ല. സ്പോൺസറിന്റെ സപ്പോർട്ടൊന്നും നമുക്ക് വേണ്ട, സെൽഫായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പം 494 എന്ന് പറഞ്ഞതിൻ്റെ എക്സ്പയറി എന്ന് പറഞ്ഞൊരു 5 വർഷത്തേക്കാണ് നമ്മൾ ഇതിന് വരുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദി നഴ്സസിനൊക്കെ നമുക്ക് ഈ വിസയിൽ വരാം. ഇപ്പം നമ്മളെയൊക്കെ നഴ്സുമാർ എങ്ങനെയെങ്കിലും ഒന്ന് ഓസ്ട്രേലിയയിൽ അഫ്രയൊക്കെ കഴിഞ്ഞിട്ട് കുറേ നഴ്സുമാർ എങ്ങനെയെങ്കിലും വന്നാൽ മതി എന്നൊരു ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിത്. അപ്പോൾ അവർക്ക് കൂടെ വരാൻ പറ്റിയിട്ടുള്ളൊരു വിസയാണ് 494 വിസ. പക്ഷേ ഈ വിസയ്ക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ ഈ വൺസ് ഈ വിസയിൽ വരുവാണെങ്കിൽ നമ്മൾ ആ എംപ്ലോയറുടെ അടുത്ത് മാത്രമേ നമുക്ക് ഈ 3 year വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതൊരു റീജിയണൽ ഏരിയ ആയിരിക്കും എന്തായാലും. അപ്പം ഇത് എങ്ങനെയാണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത് വെച്ചാൽ, ഇത് നമ്മൾ ഹോം അഫയേഴ്സിൻ്റെ പേജിൽ പോയിട്ട് നമ്മൾ 494 സ്കിൽഡ് ജോബിൽ വരുന്ന ആ പ്ലേസസും ഇത് മോസ്റ്റ്ലി റീജിയണൽ ആണല്ലോ വരുന്നത്. അപ്പോൾ ആ പ്ലേസസും നമ്മുടെ സ്കിൽഡ് ഒക്യുപ്പേഷണൽ ലിസ്റ്റും അതിൽ വരുന്നുണ്ട്. ഇതിനകത്ത് നഴ്സസ് മാത്രമല്ല, നമുക്ക് എൻജിനീയേഴ്സ്, ഫാർമസിസ്റ്റ്, ഓൾ ടൈപ്പ് ഓഫ് എൻജിനീയേഴ്സ്, ഈവൻ ആക്ടേഴ്സ് വരെ ഉണ്ട് ഈ വിസയ്ക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ അനസ്തേഷ്യ ടെക്നോളജിസ്റ്റ്, എന്താ പറയുക, അങ്ങനെ കുറേ ജോബുണ്ട്. അത് നിങ്ങളുടെ ജോബ് സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ 494ൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾ ആ ഹോം പേജിൽ പോയി നോക്കിയാൽ മതി. അപ്പോൾ അതിനുശേഷം അത് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് കേട്ട് വെച്ചിടത്തോളം ഈ വിസ കുറച്ചുകൂടെ എല്ലാവർക്കും ചാൻസസ് ഉണ്ട്, ഇവിടെ വരാനുള്ള ഒരു അവസരം ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതിനും പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 3 year ആ എംപ്ലോയറുമായിട്ട് നമ്മൾ ഇതായിട്ടിരിക്കണം. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് വിസ എടുത്ത് ഇതിന് വരാൻ പറ്റത്തില്ല. നമുക്കൊരു എംപ്ലോയറിനെ നമ്മൾ ഫൈൻഡ് ചെയ്യണം. എംപ്ലോയറെ എങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏതെങ്കിലും വല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ ജോബ് സൈറ്റിലും പോയിട്ട് നമുക്ക് ജോബ് നോക്കാം. ഇല്ലെങ്കിൽ നമ്മൾ സീക്കോ ഇൻഡീഡിലോ പോയിട്ട് നമ്മളുടെ ജോബ് അനുസരിച്ച് നമുക്ക് എംപ്ലോയർ റിക്വസ്റ്റ് ചെയ്യാം, നമ്മൾ ഏത് വിസ കിട്ടുന്നുണ്ടോ. പിന്നെ ഈ വിസ ആഫ്റ്റർ 3 years PR 199 PR-ലോട്ട് പോകുന്ന ഒരു വിസയും കൂടെയാണിത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ വിസയിൽ വരുമ്പോൾ ഡാമയുടെ ഉള്ളൊരു പാത്വേ ആണിത്. ഡാമ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് PR വിസ കിട്ടണമെങ്കിൽ നമ്മൾ 45 yearsനുള്ളിലായിരിക്കണമല്ലോ. പക്ഷേ ഈ വിസയിൽ ഡാമ അഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 45 yearsന് മേലെ ആണെങ്കിലും നമുക്ക് PR വിസയ്ക്ക് ലേറ്റർ അപ്ലൈ ചെയ്യാം. പക്ഷേ ഈ വിസ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് <45 ആയിരിക്കണം. അതായത് 494 വിത്ത് ഡാമ വരുന്നെങ്കിൽ നമുക്ക് 199 PR എടുക്കാൻ പറ്റും, ബട്ട് ആഫ്റ്റർ 3 years. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇത് എനിക്ക് തോന്നുന്നു നല്ലത് തന്നെയാണ്. പിന്നെ ആകെ ഇതെന്ന് പറഞ്ഞാൽ റൂറൽ എംപ്ലോയറിൻ്റെ കൂടെ 3 വർഷം വർക്ക് ചെയ്യണം. അതിപ്പം 186 ആണെങ്കിലും റൂറലാണ് ആൾക്കാർ പോയി നിൽക്കേണ്ടത് 2 വർഷം. പിന്നെ ഈ വിസയ്ക്ക് മെഡിക്കെയർ ഫ്രീ ആണ്. നമുക്ക് കുട്ടികളുടെ എഡ്യൂക്കേഷന് നമുക്ക് ഫ്രീ ആണ്. പിന്നെ അത് എല്ലാ സ്റ്റേറ്റിലും ഇത് ഫ്രീ ആണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ചൈൽഡ് കെയർ എലിജിബിൾ ആയിട്ടുള്ള റീജിയണൽ ഏരിയയിൽ ചൈൽഡ് കെയർ, അതായത് കുട്ടികളുടെ സ്കൂൾ ഫീസ് ഫ്രീ ആണ്. അതല്ലേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഇപ്പം ഹെൽത്തും എഡ്യൂക്കേഷനും ഫ്രീ ആണെങ്കിൽ അത് നല്ലൊരു ഇത് തന്നെയാണ്.
പിന്നെ ചില റീജിയണൽ ഏരിയയിലൊക്കെ ഈ വിസയിൽ വരുവാണെങ്കിൽ നമുക്ക് ചില കോഴ്സുകളൊക്കെ ചെയ്യാമെങ്കിൽ കുറേ ഇളവുകളുണ്ട്. അപ്പോൾ അത് ഈ വിസയിലും ആ റീജിയണലിലും ആപ്ലിക്കബിൾ ആണെങ്കിൽ നമുക്ക് കോഴ്സ് ചെയ്യുമ്പോൾ കുറച്ച് എലിജിബിലിറ്റി കിട്ടും. ഈ വിസയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡൻറ്റിന് നമുക്ക് വരാൻ പറ്റും. നമുക്ക് നമ്മുടെ കൂടെ താമസിക്കുകയോ സ്റ്റഡി ചെയ്യുകയോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനോ ഈ വിസയിൽ വരുമ്പോൾ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ, അതായത് അപ്പോൾ അവർക്ക് ഈ ഓസ്ട്രേലിയൻ എംപ്ലോയേഴ്സിനെ കിട്ടുന്നില്ല, അപ്പോൾ അവർ ആ ഷോർട്ടേജ് വരികയാണ്. അപ്പോൾ അവർ ആദ്യം ഓസ്ട്രേലിയൻ എംപ്ലോയേഴ്സിനെ ട്രൈ ചെയ്യും. അപ്പോൾ അവർ കിട്ടുന്നില്ലെങ്കിലാണ് നമ്മൾ പുറത്തുനിന്ന് നമ്മളെ കൊണ്ടുവരാൻ നോക്കുന്ന ഒരു വിസയും കൂടെയാണ് ഈ 494 വിസ. ഇതൊരു പ്രൊഫഷണൽ വിസയാണ്. അപ്പം നമുക്കിപ്പോൾ മനുഷ്യരുടെ കാര്യം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മളിപ്പോൾ ഈ ജോബിന് വന്നു, നമുക്കിപ്പം നമ്മുടെ ഈ ജോലി നമ്മൾ എന്തെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് ഈ ജോലി നഷ്ടപ്പെട്ടു, അപ്പോൾ നമുക്കിവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? അതെങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ? നമ്മൾ ഈ വിസയിൽ വന്നിട്ട് നമ്മളെ ജോബ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, ഏതെങ്കിലും കാരണം കൊണ്ട് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്ക് വേറൊരു എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്യാം. അത് 180 ഡേയ്സിനുള്ളിൽ നമ്മൾ വേറൊരു എംപ്ലോയറെ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പോൾ സമയമുണ്ട്. ഈ 180 ഡേയ്സിനുള്ളിൽ നമ്മൾ വേറെ എംപ്ലോയറിനെ ഫൈൻഡ് ചെയ്ത് നമുക്ക് അടുത്ത റീജിയണൽ ഏരിയയിലോട്ട് പോയി വർക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ സമയം ബാധകമാണ്. പിന്നെയും നമ്മുടെ അന്നേരം തൊട്ടാണ് കൗണ്ട് ചെയ്യുന്നത്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനെങ്ങനെ പറയാം, അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ മാറാ ഏജൻറ്റിനോട് ചോദിക്കണം. നമ്മുടെ മലയാളികൾ തന്നെ കുറേ ഏജൻസികൾ, നല്ല ഏജൻസികൾ മലയാളികളുടെ തന്നെ ഉണ്ട്. അപ്പം അത് നിങ്ങൾ അന്വേഷിച്ച് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു ഏജൻസിയായിട്ട്. പക്ഷേ PR വിസ അപ്ലൈ ചെയ്യുമ്പോൾ റീജിയണിൽ 3 ഇയേഴ്സ് തന്നെ നമ്മൾ നിൽക്കണമെന്നാണ് PR കിട്ടണമെങ്കിൽ. പക്ഷേ ഈ ഒരു കേസിൽ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല. അപ്പം ഇതിന് എന്തൊക്കെയാണ് എലിജിബിലിറ്റി എന്ന് നോക്കാം. എലിജിബിലിറ്റി എന്തായാലും ഒരു എംപ്ലോയറിൻ്റെ സ്പോൺസർഷിപ്പ് നമുക്ക് വേണം. പിന്നെ നമ്മുടെ ജോബ് സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ആ ജോബ് നമ്മുടെ സ്കിൽസ് അസസ്മെൻറ്റ് ചെയ്യുകയും വേണം. നമ്മൾ അതിനുള്ള ലൈസൻസിങ്ങോ അതിനുള്ള രജിസ്ട്രേഷൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തിരിക്കുകയും വേണം. പിന്നെ 3 ഇയർ എക്സ്പീരിയൻസ് ആണ് മിനിമം ഇതിന് ചോദിക്കുന്നത്. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഏജ് 45 ലെസ് ദാൻ ആയിരിക്കണം. പിന്നെ ഇംഗ്ലീഷ് ടെസ്റ്റ് വേണം. ഓവറോൾ 6. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിപ്പെൻഡൻസിനും നമ്മുടെ കൂടെ വരുന്നുണ്ടല്ലോ. നമ്മുടെ ഡിപ്പെൻഡൻസിനും നമ്മുടെ പിള്ളേർക്കും ഈ വിസയിൽ നമുക്ക് വരാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ ഡിപ്പെൻഡൻസിന് ഫങ്ഷണൽ ഇംഗ്ലീഷാണ് വേണ്ടത്. ഫങ്ഷണൽ ഇംഗ്ലീഷ് നമുക്ക് എന്ന് വെച്ചാൽ നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ഇംഗ്ലീഷിലാണെന്ന് കാണിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് വെച്ചാലും മതിയാകും. അപ്പോൾ അതും ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നമുക്ക് 4890 ഓസ്ട്രേലിയൻ ഡോളർ കൊടുത്തിട്ട് ആ ഇംഗ്ലീഷ് ടെസ്റ്റ് നമുക്ക് വേവ് ചെയ്യാൻ പറ്റും. പിന്നെ വേണ്ടത് മെഡിക്കൽ ക്ലിയറൻസ്, പിന്നെ പോലീസ് ക്ലിയറൻസ്, ലാസ്റ്റ് 10 ഇയേഴ്സിൽ നമ്മൾ ഏതൊക്കെ കൺട്രീസിലാണ് നിന്നിട്ടുള്ള അവിടുത്തെ ലൈസൻസ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രേഷൻ ലൈസൻസിങ് വേണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ നേഴ്സസിന് ഓഫ് കോഴ്സ് നഴ്സിംഗ് ആൻഡ് ലൈസൻസിങ് വേണം. എന്തായാലും അഫ്ര രജിസ്റ്റർ ചെയ്താൽ പിന്നീട് PR വിസയ്ക്ക് പോകുമ്പോഴും അതിൻ്റെ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒക്യുപ്പേഷൻ നമ്മൾ ലൈസൻസോ രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നതാണ് നല്ലത്. പിന്നെ ഈ 494 വിസയ്ക്കാണ് വിത്ത് നമ്മൾ ചിലപ്പം കൊടുക്കുന്നത് ഡാമ. എന്താണ് ഡാമ എന്നാണ്? അത് ഡാമ എന്താണെന്ന് വെച്ചാൽ ഡെസിഗ്നേറ്റഡ് ഏരിയ മൈഗ്രേഷൻ അഗ്രിമെൻ്റ് ആണ്. അപ്പം ഈ അഗ്രിമെൻറ്റിലൂടെ വരുമ്പോൾ നമുക്കിപ്പോൾ 45 ഇയേഴ്സിന് മേലെ പോവുകയാണെങ്കിലും നമുക്ക് പിന്നീട് PR അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏജ് ലിമിറ്റ് പ്രശ്നമല്ല. 45 ആണ് നമ്മൾ PR വിസ ഓൾവേസ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ലെസ് ദാൻ 45 ആയിരിക്കണം. അപ്പോൾ ചിലപ്പം നമ്മൾ ചില കേസസിൽ ഇപ്പം 494 വിസയിൽ ഇപ്പോൾ 44 ഇയേഴ്സിൽ അപ്ലൈ ചെയ്യുന്നെങ്കിൽ ആഫ്റ്റർ 3 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 45 ആയി പോകത്തില്ലേ? അപ്പോൾ നമുക്ക് PR വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ ഒരു പാത്വേയിൽ ഡാമ അഗ്രീഡ് 494 വരുന്നതെങ്കിൽ നമുക്ക് ആഫ്റ്റർ 3 ഇയേഴ്സ് നമുക്ക് PR വിസ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ വന്നിട്ട് പിന്നെ നമ്മൾ 3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് PR-ന് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ 494 പ്ലസ് ഡാമ വന്നു കഴിഞ്ഞാൽ ഇതിന് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ബിഫോർ 55 ഇയേഴ്സ് ആയിരിക്കണം. പിന്നെ ഈ ഡാമ അഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓസ്ട്രേലിയൻ ഗവൺമെന്റും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റോ അല്ലെങ്കിൽ ടെറിട്ടറിയോ അല്ലെങ്കിൽ ഏതോ റീജിയണൽ പ്ലേസ്, അതായത് സ്റ്റേറ്റും വരുന്നുണ്ടല്ലോ, ആ പ്ലേസുമായിട്ടുള്ള ഒരു അഗ്രിമെന്റ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഷോർട്ടേജ് വരുമ്പോൾ നമ്മളെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കണം. അപ്പോൾ സപ്പോസ് അവരുടെ ഏജ് 45 ആണ്, സ്റ്റിൽ അവർക്ക് ഷോർട്ടേജ് ആണെങ്കിലും അവരെ അഗ്രി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്വേ ആണ് ഡാമ പാത്വേ. അപ്പം എന്തായാലും സ്വാഭാവികമായിട്ട് ഈ വിസയ്ക്ക് എന്തായാലും ഒരു ഫീസ് കാണുമായിരിക്കുമല്ലോ. അപ്പോൾ അത് എത്ര ആയിരിക്കും?
അപ്പോൾ ഇതിൻ്റെ വിസ ഫീസ് നമ്മുടെ മെയിൻ ആപ്ലിക്കൻറ്റിന് വരുന്ന $4,770 ഓസ്ട്രേലിയൻ ഡോളറാണ്. നമ്മുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള വൈഫിന് വരുന്നതാണെങ്കിൽ 2,385. ഇപ്പോൾ നമ്മുടെ പിള്ളേർ ലെസ് ദാൻ 18 ഇയേഴ്സ് ആണെങ്കിൽ 1,190 ഓസ്ട്രേലിയൻ ഡോളറാണ് വരുന്നത്. ഈ വിസ അപ്ലൈ ചെയ്യാനുള്ള ടൈം എന്ന് പറഞ്ഞാൽ 3 months 8 months ആണ് എടുക്കുന്നത്. പിന്നെ ഈ വിസ 3 ടൈപ്പാണുള്ളത്. അതിൽ ഒന്ന് എംപ്ലോയർ സ്പോൺസേർഡ് സ്ട്രീം, അതായത് നമുക്ക് എംപ്ലോയറാണ് നമ്മളെ സ്പോൺസർ ചെയ്തിട്ട് നമ്മളും എംപ്ലോയറും തമ്മിലുള്ള അഗ്രിമെൻ്റാണ്. രണ്ടാമത്തേത് ലേബർ അഗ്രിമെൻറ്റ് സ്ട്രീം. ഇതിലാണെങ്കിൽ നമ്മുടെ എംപ്ലോയർ ഹാവ് ടു ഹാവ് ലേബർ അഗ്രിമെൻറ്റ് വിത്ത് ദ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഇൻ എഫക്റ്റ്. അതായത് നമ്മുടെ എംപ്ലോയറിന് ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റുമായിട്ട് അഗ്രിമെൻ്റ് ഉണ്ടായിരിക്കും. നമ്മളിപ്പം ഈ എംപ്ലോയീസിനെയൊക്കെ കൊണ്ടുവരുന്നതിനായിട്ടുള്ള ആ അഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കുന്ന ഒരു വിസയാണ്. ലേബർ അഗ്രിമെൻറ്റ് സ്ട്രീമിൽ വരുന്നവരുണ്ട്. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ സബ്സിക്വൻറ്റ് എൻട്രൻറ്റ്, അതായത് അത് നമ്മുടെ ഡിപ്പെൻഡൻസ് ആണ്. എനിവേസ് അത് വലിയ ഇഷ്യൂ ഉള്ള കാര്യമല്ല. നമ്മുടെ ഡിപ്പെൻഡൻസ് നമ്മളുടെ 494 മെയിൻ ആപ്ലിക്കൻ്റ് കൂടെ വരാതെ പിന്നീട് അപ്ലൈ ചെയ്യുന്നതാണ് ഈ സബ്സിക്വൻറ്റ് എൻട്രൻറ്റ് ആപ്ലിക്കബിൾ ആവുന്നത്. അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ടൈപ്പായിട്ട് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു വിസ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫാമിലീനെയും കൂടെ നമ്മൾ കൂട്ടത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സബ്സിക്വൻറ്റ് എൻട്രൻ്റ് വിസയായിട്ട് നമ്മൾ പിന്നീട് വിസ അപ്ലൈ ചെയ്യുമ്പോൾ പിന്നീട് നമുക്ക് പൈസയും പോവും, ടൈമും ഇതെല്ലാം പോവും. പിന്നെ ഏജൻസി ഫീസും ഇതെല്ലാം പോവും. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഡിപ്പെൻഡൻറ്റിനെ കൊണ്ടുവരുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികളെ പിന്നെ ഈ വിസയ്ക്ക് അങ്ങനെ ചുമ്മാ ഒന്നുമില്ല, ചില കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആദ്യത്തെ കണ്ടീഷനാണ് നമ്മൾ ഈ വിസ അപ്ലൈ ചെയ്യുന്ന കഴിഞ്ഞിട്ട് നമ്മൾ റിലേഷൻഷിപ്പിലോ മാരേജോ ചെയ്യാൻ പാടില്ലെന്നുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ വിസ അവർ ക്യാൻസൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതായത് നമ്മുടെ ഡിപ്പെൻഡൻസ് ഓൾറെഡി മാരീഡ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാം. പക്ഷേ ഈ വിസ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ മാരേജ് ചെയ്യുകയോ അല്ലെങ്കിൽ എൻഗേജ് ചെയ്യാനോ പാടില്ല എന്നാണ് പറയുന്നത്. റീസൺ എനിക്ക് മനസ്സിലാവുന്നില്ല. മേ ബി എനിക്കറിയത്തില്ല. പിന്നീട് നമ്മൾ മറ്റുള്ളവരെ കൊണ്ടുവരുമെന്ന് വെച്ചിട്ടാണോ എന്തുവെന്ന് എനിക്കറിയത്തില്ല. അതൊരു മെയിൻ ആയിട്ടുള്ള എനിക്കൊരു ഒരു വ്യത്യസ്തമായിട്ട് തോന്നി ആ കണ്ടീഷൻ. പിന്നെ അടുത്ത കണ്ടീഷൻ എന്താ? പിന്നെ നമ്മുടെ പാസ്പോർട്ടോ എന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽസോ ചേഞ്ച് ആയാലും അവരെ ഇൻഫോം ചെയ്യുക എന്നുള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ലീവ് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും വർക്ക് ചെയ്യാനും ഒൺലി ഡെസിഗ്നേറ്റഡ് റീജിയണൽ ഏരിയ. പിന്നെ പ്രൊവൈഡ് എവിഡൻസ് ഓഫ് യുവർ അവിടെ എന്തെങ്കിലും നമ്മൾ അഡ്രസ്സ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ഇൻഫോം ചെയ്യുക എന്നുള്ളത്. പിന്നെ അടുത്ത കണ്ടീഷനാണ് നമ്മൾ വളരെ വിരളമായിട്ട് എന്താ പറയുന്നത് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യേണ്ടി വരുമായിരിക്കും ഇതിൽ. മേ ബി അത് എനിക്കറിയത്തില്ല. ഇത് 494 നമ്മുടെ സ്കിൽഡ് വിസ ആണല്ലോ, അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും എന്നേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ മസ്റ്റ് വർക്ക് ഓൺലി ഇൻ ദ നോമിനേറ്റഡ് ഓക്യുപ്പേഷൻ. അത് നേരത്തെ പറഞ്ഞ പോലെ 3 year ആ വർക്ക് കണ്ടീഷൻസിൽ ആ എംപ്ലോയറോട് തന്നെ നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസൊക്കെ ആ 494 വിസയുടെ കണ്ടീഷൻസിൽ വരുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഓസ്ട്രേലിയൻ ഹോം അഫയേഴ്സിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് ഈ വിസ നിങ്ങൾ 494 അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ വിശദമായിട്ട് പറയും. എന്താണ് അതിൻ്റെ ഏജ് ലിമിറ്റും എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊരു നല്ലൊരു 494 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് വരാം, ഇല്ലേ? ധൈര്യമായിട്ട് വരാം. പക്ഷേ അതായത് നമ്മൾ 3 വർഷം നമ്മൾ ആ എംപ്ലോയറോട് നിൽക്കും എന്ന് ഉറപ്പുള്ളവർ മാത്രം അതിന് വേണ്ടിയിട്ട് മുതിരുക. പക്ഷേ ഇൻ കേസ് ജോലി പോയാലും നമുക്ക് വേറെ എംപ്ലോയറെ കണ്ടെത്താനുള്ള ടൈമുണ്ട്. ഇതെന്താന്ന് ഈ വീഡിയോ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറേ പേർക്ക് നമ്മളിപ്പം PR വിസയേ ഉള്ളൂ, ഇപ്പം ഇങ്ങനൊരു വിസയെക്കുറിച്ച് എനിക്കും അറിയത്തില്ലായിരുന്നു. അപ്പം അങ്ങനെ ഒരു വിസ ഉണ്ടെന്ന് അറിയിക്കാനായിട്ടായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ പൊതുവെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളതാണ് ഈ 186, 189, 482 വിസ. 482 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് ചെയ്തിട്ട് 2 വർഷം 3 വർഷം കഴിഞ്ഞ് 2 വർഷം അല്ലേ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് സെൽഫായിട്ട് PR അല്ലെങ്കിൽ നമ്മളെ എംപ്ലോയർ നോമിനേറ്റ് ചെയ്യാമെങ്കിൽ. അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് നമുക്കറിയാവുന്ന വിസകൾ. അപ്പോൾ ഇങ്ങനെ ഒരു വിസയുണ്ട് 494. ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ റീജിയണൽ ആണ്, ആ ഏരിയയിൽ നിന്ന് നമുക്ക് പോകാൻ പറ്റത്തില്ല, ആ എംപ്ലോയർ അടുത്ത് നമുക്ക് പോകാൻ പറ്റത്തില്ല. അതാണ് പ്രത്യേകമായിട്ടുള്ള കാര്യം. നിങ്ങൾ അവരുടെ റൂൾ ബ്രേക്ക് ചെയ്യുക അല്ലെങ്കിൽ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ വിസ വന്നിട്ട് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് PR-നോ ഒന്നിനും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ച് സ്ഥലം പറഞ്ഞ് നാട്ടിൽ പോകേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. 494
കൂടുതൽ അറിയണമെങ്കിൽ അവരുടെ വെബ്സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏജൻസിയായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുറന്നും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ. താങ്ക് യു.